അസ്സലാമു അലൈക്കും. ഓരോ പരിശുദ്ധ റമളാൻ മാസം കടന്നു വരുമ്പോഴും ആ റമളാൻ മാസത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ നോമ്പെടുക്കുന്ന സമയം അല്ലെങ്കിൽ ദൈർഘ്യമെന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ അവർ നോമ്പെടുക്കുന്ന ദൈർഘ്യം ഒന്നിൽ നിന്നും മറ്റൊന്നായി വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്കറിയാം, സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ നോമ്പിൻ്റെ സമയം ആരംഭിക്കുന്നു. ആ നോമ്പിൻ്റെ സമയം അവസാനിക്കുന്നത് മഗ്‌രിബ് ബാങ്ക് വിളിയോടുകൂടിയാണ്. അത്തരത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ അവർ നോമ്പെടുക്കുന്ന സമയമെന്ന് പറയുന്നത് 12 മണിക്കൂർ 50 മിനിറ്റൊക്കെയാണ്. നമുക്ക് ശരാശരി ഒരു 13 മണിക്കൂർ എന്ന് വയ്ക്കാം. എന്നാൽ കേരളത്തിൽ നിന്നും വടക്കോട്ട് പോകുന്തോറും ഈ നോമ്പിൻ്റെ ദൈർഘ്യത്തിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഡൽഹി, കാശ്മീർ എന്നീ പ്രദേശങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെക്കാൾ 20 മുതൽ 30 മിനിറ്റ് കൂടുതൽ നോമ്പ് സമയം വടക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാം. ഇത് സംഭവിക്കുന്നത് ഭൂമിയുടെ അക്ഷാംശം രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കാരണം കൊണ്ടാണ്. മറ്റൊന്ന്, സീസൺ മാറ്റങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം. റമളാൻ മെയ് ജൂൺ മാസങ്ങളിലായിരുന്ന സമയത്ത്, അതായത് വേനൽക്കാലത്ത്, ഇന്ത്യയിൽ നോമ്പ് സമയമെന്നുള്ളത് 14:30 മുതൽ 15 മണിക്കൂർ വരെ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ റമളാൻ ശൈത്യകാലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സമയം കുറഞ്ഞു വരികയാണ്. അത്തരത്തിൽ 2026 ഈ റമളാൻ മാസത്തിലെ ഏറ്റവും കൂടുതലും ദൈർഘ്യ സമയം നോമ്പെടുക്കുന്ന രാജ്യങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദക്ഷിണാർദ്ധഗോളത്തിലെ, അതായത് സൗത്തേൺ ഹെമിസ്ഫിയറിലെ രാജ്യങ്ങളിലാണ് 15 മണിക്കൂറിലധികം സമയം അവർ നോമ്പെടുക്കാറുള്ളത്. ഈ റമളാൻ വന്നത് ഫെബ്രുവരി മാർച്ച് മാസമായതുകൊണ്ട് തന്നെ തെക്കൻ രാജ്യങ്ങളിൽ അപ്പോൾ വേനൽക്കാലത്തിൻ്റെ അവസാനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പകലുകൾക്ക് ദൈർഘ്യം കൂടുതലായിരിക്കും. ആ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതലും ദൈർഘ്യം നോമ്പെടുക്കുന്ന രാജ്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത് ന്യൂസിലൻഡാണ്. അവിടെ 15 മണിക്കൂർ 20 മിനിറ്റ് വരെ നോമ്പെടുക്കുന്ന ദൈർഘ്യമുണ്ട്. മറ്റൊന്ന് ചിലിയാണ്, 15 മണിക്കൂർ 13 മിനിറ്റ്. മറ്റൊന്ന് ഓസ്ട്രേലിയ, അവിടെ 14 മണിക്കൂർ 48 മിനിറ്റ്. മറ്റൊന്ന് ഉറുഗ്വേ, 14 മണിക്കൂർ 42 മിനിറ്റ്. അർജന്റീനയിൽ 14 മണിക്കൂർ 42 മിനിറ്റ്. ദക്ഷിണാഫ്രിക്കയിൽ 14 മണിക്കൂർ 13 മിനിറ്റ്. ഇവയൊക്കെയാണ് ഏറ്റവും കൂടുതലും ദൈർഘ്യമേറിയ നോമ്പ് സമയമുള്ള രാജ്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ശരാശരി 13 മണിക്കൂർ നോമ്പെടുക്കുമ്പോൾ ഈ രാജ്യങ്ങളിലുള്ള ജനങ്ങൾ 15 മണിക്കൂറോളം നോമ്പെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളെക്കാൾ 2 മണിക്കൂർ കൂടുതൽ അവർ നോമ്പെടുക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ നേരെ നിൽക്കുന്നതിന് പകരം ഏകദേശം 23.5 ഡിഗ്രി ചരിഞ്ഞാണ് സൂര്യനെ വലം വയ്ക്കുന്നത്. ഈ ചരിവ് കാരണം വർഷത്തിൻ്റെ വിവിധ സമയങ്ങളിൽ സൂര്യപ്രകാശം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത അളവിൽ പതിക്കുകയാണ്. ഒരു ഭാഗം സൂര്യന് അഭിമുഖമായി വരുമ്പോൾ അവിടെ പകൽ കൂടുന്നു. മറുഭാഗം സൂര്യനിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അവിടെ പകൽ കുറയുന്നു. രണ്ടാമത്തേത് അക്ഷാംശരേഖയിലുള്ള വ്യത്യാസമാണ്, അതായത് ലാറ്റിറ്റ്യൂഡ്. ഭൂമധ്യരേഖയിൽ നിന്ന് എത്ര അകലെയാണ് ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്നത് എന്നതിനനുസരിച്ച് പകലിൻ്റെ ദൈർഘ്യം മാറും. ഉദാഹരണത്തിന്, ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ഇന്തോനേഷ്യ, കെനിയ, ഇവിടെ വർഷം മുഴുവനും പകലും രാത്രിയും ഏകദേശം തുല്യമായിരിക്കും, അതായത് 12 മണിക്കൂർ വീതം. അതിനാൽ ഇവിടെ നോമ്പ് സമയങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകാറില്ല. എന്നാൽ ധ്രുവപ്രദേശങ്ങളോട് അടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള നോർവേ, ഐസ്ലാൻഡ്, കാനഡ, ഇത്തരം രാജ്യങ്ങൾ ഭൂമധ്യരേഖയിൽ നിന്ന് വളരെ അകലെയായതിനാൽ വേനൽക്കാലത്ത് പകൽ വളരെ കൂടുതലും ശൈത്യകാലത്ത് പകൽ വളരെ കുറവുമായിരിക്കും. അതിനാൽ തന്നെ റമളാൻ വേനൽക്കാലത്താണോ അതോ ശൈത്യകാലത്താണോ വരുന്നത് എന്നതിനനുസരിച്ച് ഓരോ രാജ്യത്തിൻ്റെയും നോമ്പ് സമയം മാറിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, റമളാൻ ജൂൺ മാസത്തിലാണ് വരുന്നത് എങ്കിൽ യൂറോപ്പ് പോലെയുള്ള വടക്കൻ രാജ്യങ്ങളിൽ പകൽ വളരെ കൂടുതലായിരിക്കും, അതായത് നോമ്പ് സമയം കൂടുതലായിരിക്കും. ഓസ്ട്രേലിയ, അർജന്റീന പോലെയുള്ള തെക്കൻ രാജ്യങ്ങളിൽ നോമ്പ് സമയം കുറവായിരിക്കും. ഇപ്പോൾ ഈ 2026 റമളാൻ വന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തിലായതുകൊണ്ട് തന്നെ ഈ സമയത്ത് വടക്കൻ രാജ്യങ്ങളിൽ പകൽ അല്പം കുറവായതിനാലാണ് ഇത്തവണ അവിടെ നോമ്പ് സമയം കുറഞ്ഞു കാണുന്നത്. ഇനി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നോമ്പ് സമയമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഫ്രാൻസ് ആണ്. അവിടെ 11 മണിക്കൂർ മുതൽ 33 മിനിറ്റ് വരെ മാത്രമേ അവിടെ നോമ്പിൻ്റെ സമയമുള്ളൂ. മറ്റൊന്ന് ഗ്രീൻലാൻഡ്, അവിടെ 11 മണിക്കൂർ 42 മിനിറ്റ്. മറ്റൊന്ന് ഐസ്ലൻഡാണ്, അവിടെ 11 മണിക്കൂർ 42 മിനിറ്റ്. മറ്റൊന്ന് ഫിൻലാൻഡാണ്, 11 മണിക്കൂർ 44 മിനിറ്റ്. റഷ്യ 11 മണിക്കൂർ 44 മിനിറ്റ്. നോർവേ 11 മണിക്കൂർ 51 മിനിറ്റ്. സ്വീഡൻ 11 മണിക്കൂർ 52 മിനിറ്റ്. കാനഡ 11 മണിക്കൂർ 58 മിനിറ്റ്. ഇവിടെ രസകരമായ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ 2026 ഈ റമളാൻ മാസത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സമയത്ത് നോമ്പെടുക്കുന്ന
ഈ ഗ്രീൻലാൻഡും ഐസ്ലാൻഡിലെയും ജനങ്ങൾ മുമ്പ് നോമ്പെടുത്തിരുന്നത് ഏകദേശം 20 മണിക്കൂർ ദൈർഘ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ് പോലടക്കമുള്ള ഈ രാജ്യങ്ങളിൽ അവിടെ പകൽ ഏറ്റവും കൂടുതലായിരിക്കും. ഈ ഭൂമിയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചില രാജ്യങ്ങളിൽ വർഷത്തിൽ ചില മാസങ്ങളിൽ സൂര്യൻ അസ്തമിക്കാറേയില്ല. രാത്രി 12 മണിക്കും സൂര്യൻ ആകാശത്ത് കാണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഏകദേശം 23.5 ഡിഗ്രി ചരിഞ്ഞാണ് സൂര്യനെ വലം വയ്ക്കുന്നത്. വേനൽക്കാലത്ത് ഭൂമിയുടെ വടക്കേ ധ്രുവം സൂര്യന് അഭിമുഖമായി വരുന്നതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ രാത്രിയിലും വെളിച്ചം അനുഭവപ്പെടുന്നത്. ഇതിനെ മിഡ് നൈറ്റ് സൺ എന്നാണ് വിളിക്കുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങൾ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് മക്കയിലെ സമയം നോക്കിയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള മറ്റൊരു നഗരത്തിലെ സമയത്തെ പിന്തുടർന്നുകൊണ്ടാണ്. എന്നാൽ ആ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ അവരുടെ നോമ്പിൻ്റെ ദൈർഘ്യമെന്ന് പറയുന്നത് നമ്മുടെ നോമ്പിൻ്റെ സമയത്തിൻ്റെ ദൈർഘ്യത്തെക്കാൾ കുറവാണ് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ആളുകളും പല സമയങ്ങളിലാണ് നോമ്പെടുക്കാറുള്ളത്. ഇതൊരു പക്ഷേ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തോളൂ.